ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടിയുടെ രേഖയും ഇതേ വിഷയത്തിലുള്ള മറ്റ് പ്രാചീന രേഖകളും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാകും. അവയെല്ലാം ഉൽപ്പത്തിയിലെ സൃഷ്ടി വിവരണത്തിൻ്റെ വക്രീകരിച്ച രേഖകൾ മാത്രമാണ്. ജീവസന്ദേശത്തിൻ്റെ ഉൽപ്പത്തി പുസ്തക പഠനത്തിലേക്ക് സ്വാഗതം. സങ്കീർണമായ പ്രപഞ്ചത്തെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അറിവില്ലാത്തൊരു വ്യക്തിക്ക് മാത്രമേ ഇവയ്ക്ക് പിന്നിൽ ഒരു സൃഷ്ടികർത്താവില്ല എന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. കാരണം അത്ര അത്ഭുതവും അതിശയകരവുമായ ഒരു പ്രപഞ്ചത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എങ്കിലും വിശാലമായ ഈ പ്രപഞ്ച സൃഷ്ടിയുടെ പിന്നിലുള്ള ദൈവത്തിൻ്റെ ചേതോവികാരത്തിന് പിന്നിൽ ഉള്ള കാരണം മനുഷ്യനാകുന്നു എന്ന തിരിച്ചറിവ് വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നത് ലളിതവും സരളവുമായൊരു പ്രസ്താവനയാണ്. എന്നാൽ അറിവ് കുത്തി നിറച്ചിരിക്കുന്ന ആധുനിക മനുഷ്യ മനസ്സിനെ സംബന്ധിച്ച് ഇത് വളരെ ബാലിശമായി തോന്നാം. എന്താണ് അതിന് കാരണം? നാം ജീവിക്കുന്ന ഈ വിശാലമായ നക്ഷത്ര വ്യൂഹം മണിക്കൂറിൽ ഏതാണ്ട് 5 ലക്ഷം മൈൽ വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത്രയേറെ വേഗത ഉണ്ടെങ്കിൽ തന്നെ ഇവയെല്ലാം കൂടി ഒരു പ്രാവശ്യം ഒന്ന് ചുറ്റിത്തിരിയുവാൻ ഏകദേശം 20 കോടി വർഷങ്ങൾ വേണം. ഇതുപോലെയുള്ള 100 കോടിയിലധികം നക്ഷത്ര വ്യൂഹങ്ങൾ ഇതിനോടകം കണ്ടുപിടിച്ചിട്ടുമുണ്ട്. അവയെല്ലാം ഇതുപോലെ വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയുമാണ്. ഭൂമിയിലെ കടൽപ്പുറത്തുള്ള മൊത്തം മണൽത്തരികളുടെ എണ്ണത്തേക്കാൾ അധികം നക്ഷത്രങ്ങൾ ഇങ്ങനെ കറങ്ങുന്നുണ്ട് എന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അങ്ങനെയിരിക്കെ യാതൊരു ക്രമവും തെറ്റാതെ കൃത്യമായി ഈ നക്ഷത്രങ്ങളെല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയെന്ന് വിവരിക്കുവാൻ ആർക്ക് കഴിയും? നമ്മുടെ നാട്ടിലെ റോഡുകളിലൂടെ 4 വണ്ടികൾ കൂടുതൽ ഓടിയാൽ എത്ര കൂട്ടിയിടികളും അപകടങ്ങളും ഉണ്ടായേക്കാം. അപ്പോൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഇങ്ങനെ ഭംഗിയായും ചിട്ടയായും ക്രമീകരിച്ചിരിക്കുന്ന ഒരു സൃഷ്ടാവുണ്ട് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുവാൻ എന്താണ് പ്രയാസം? ഭംഗിയായും ചിട്ടയോടെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രപഞ്ചം ഒന്നുമില്ലായ്മയിൽ നിന്ന് തനിയെ ഉണ്ടായി വന്നു എന്നത് വിശ്വസിക്കുവാൻ വേണ്ടതിനേക്കാൾ കുറച്ച് വിശ്വാസം മതി ഈ കാണുന്ന സകലത്തിൻ്റെയും പിൻപിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുവാൻ. അനേകരും പരിണാമ സിദ്ധാന്തം അംഗീകരിക്കുന്നത് അത് വലിയ ശാസ്ത്ര സത്യമായതുകൊണ്ടല്ല, മറിച്ച് ശാസ്ത്രീയം എന്ന് തോന്നുന്ന സിദ്ധാന്തങ്ങളിലൂടെ അവതരിപ്പിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട് എന്ന ചിന്ത കൊണ്ടാണ്. തങ്ങൾ വിജ്ഞാന വിരോധികൾ അല്ലെന്ന് കാണിക്കുവാൻ ചില വർഷങ്ങൾക്ക് മുൻപ് ഒരു കൂട്ടം വേദശാസ്ത്രജ്ഞന്മാർ ആസ്തിക പരിണാമവാദം തിയസ്റ്റിക് ഇവല്യൂഷൻ എന്നൊരു സിദ്ധാന്തത്തെ അംഗീകരിച്ചു. പരിണാമ സിദ്ധാന്തം ശരിയാണെന്നും എന്നാൽ അതിൻ്റെ പിൻപിൽ ദൈവത്തിൻ്റെ കരമാണ് ഉള്ളത് എന്നുമാണ് ഈ വാദം. ശാസ്ത്രവാദവുമായി തങ്ങൾ ചേർന്ന് നിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുവാനുള്ള ഒരു ശ്രമം മാത്രമാണ് ഈ തിയസ്റ്റിക് ഇവല്യൂഷനിസ്റ്റ് കാണിച്ചത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. മോരും മുതിരയും പോലെ എന്ന ചൊല്ലുപോലെയാണിത്. തമ്മിൽ ചേരാത്ത 2 കാര്യങ്ങൾ ചേർത്ത് കൊണ്ടുപോകുവാനുള്ള വൃഥാശ്രമം മാത്രമാണിത്. തിയസ്റ്റിക് ഇവല്യൂഷൻ, ആസ്തിക പരിണാമം, ബുദ്ധിയും പഠിപ്പും ഉള്ളവർക്ക് പോലും ധാരാളം തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നുണ്ട്. ബൈബിൾ രേഖപ്രകാരം ഭൂമിയുടെ സൃഷ്ടിപ്പ് എന്നായിരുന്നു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ
സാധാരണ കേൾക്കാറുള്ള ഒരു മറുപടി 4004 BC എന്നാണ്, ഇല്ലേ? സത്യത്തിൽ അത് ശുദ്ധമണ്ടത്തരമാണ്. അപ്പോൾ പിന്നെ എന്താണ്? അല്ലെങ്കിൽ കൃത്യമായ ഒരു കണക്ക് നമുക്ക് ലഭിക്കുമോ? ബൈബിൾ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? ഈ അത്യാധുനികം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാലത്ത് പോലും സൃഷ്ടിപ്പിനെക്കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് സത്യവും ആധികാരികവുമാണ്. അത് എങ്ങനെ അറിയാൻ കഴിയും? അത് തന്നെ നമുക്ക് നോക്കാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നുള്ള പ്രസ്താവന മറ്റെന്തിനേക്കാളും ഏറെ എനിക്ക് ഇന്ന് യുക്തിപരമാണ്. ആരാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്? ദൈവം. ഒന്നുമില്ലായ്മയിൽ നിന്നും ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. എന്നാൽ എന്നാണ് ഈ സൃഷ്ടി നടന്നത് എന്ന് ആർക്കും പറയാൻ കഴിയില്ല. കാരണം അത് നടന്നത് ആദിയിലാണ്. അതായത് ഈ സൃഷ്ടിയോടുകൂടിയാണ് കാലവും ദേശവും ദ്രവ്യവും അല്ലെങ്കിൽ ടൈം, സ്പേസ് ആൻഡ് മാറ്റർ ആരംഭിക്കുന്നത്. ചിലർ 100 കോടി വർഷം പറയുന്നു, 200 കോടി വർഷം മുൻപ് എന്നും ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ ചിന്തിക്കുന്നത് ഈ ഭൂമി ഈ പറയുന്നതിനേക്കാളൊക്കെ മുൻപ് സൃഷ്ടിക്കപ്പെട്ടു എന്നാണ്. നിത്യത മുഴുവൻ ദൈവത്തിൻ്റെ പിൻപിലുണ്ടായിരുന്നു എന്ന കാര്യം മറക്കരുത്. കഴിഞ്ഞ കോടാനുകോടി വർഷങ്ങൾ മുഴുവൻ ദൈവം എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് താങ്കൾ കരുതുന്നത്? നിങ്ങളും ഞാനും രംഗത്ത് വരുന്നത് വരെ കാത്തിരിക്കുകയായിരുന്നോ ദൈവം? തീർച്ചയായുമല്ല. അവൻ തിരക്കിലായിരുന്നു. അവൻ നമ്മോട് അധികമൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് അറിയാൻ സാധിക്കുന്നതിൽ കൂടുതൽ അറിയാമെന്ന് അവകാശപ്പെടുന്നത് ചെറിയ മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം യുക്തിഹീനമല്ലേ? അതുകൊണ്ട് ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുള്ളത് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യം. ഇന്ന് നാം കുറെ കൂടി ഗഹനമായി ചിന്തിക്കുവാൻ പോകുന്നത് എന്തിനാണ് ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചത് എന്ന കാര്യമാണ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. റോമർ 1:20. അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു, അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. ഇനിയും എബ്രായ ലേഖകൻ പറയുന്നത് 11-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. അതായത് സൃഷ്ടിപ്പ് നാം വിശ്വാസത്താൽ അംഗീകരിക്കണം. അതല്ലാതെ മറ്റൊരു രീതിയിലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. ഒന്നുമില്ലായ്മയിൽ നിന്നും എന്തെങ്കിലും ഉണ്ടാക്കുവാൻ കഴിയുന്നത് എങ്ങനെയെന്ന് ശാസ്ത്രത്തിന് പോലും വിശദീകരിക്കുവാൻ സാധ്യമല്ല. അതായത് ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എപ്പോൾ, എങ്ങനെ എന്ന് ഒരു മനുഷ്യനും പറയാൻ സാധ്യമല്ല. ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടിയുടെ രേഖയും ഇതേ വിഷയത്തിലുള്ള മറ്റ് പ്രാചീന രേഖകളും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ അവ തമ്മിലുള്ള വ്യത്യാസം അനവധിയാണ്. ഒട്ടുമുക്കാലും രാഷ്ട്രങ്ങൾക്കും മതങ്ങൾക്കും സൃഷ്ടിപ്പിനെക്കുറിച്ചുള്ള ഏതെങ്കിലുമൊക്കെ ഐതിഹ്യങ്ങളുണ്ടാകും. വിചിത്രമെന്ന് പറയട്ടെ, ഈ പറയുന്ന ഐതിഹ്യങ്ങൾ മിക്കവാറും എല്ലാം ഉൽപ്പത്തി പുസ്തകത്തിലെ രേഖയുടെ ഒരു വ്യതിചലനം മാത്രമായിരിക്കും. അതായത് ഉൽപ്പത്തിയിലെ സൃഷ്ടി വിവരണത്തിൻ്റെ ഒരു വക്രീകരിച്ച രേഖ അത്രമാത്രം. ഉദാഹരണത്തിന് സൃഷ്ടിപ്പിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ബാബിലോന്യ തകിടുകൾ, ബാബിലോന്യ രേഖകൾ ആരംഭിക്കുന്നത് തന്നെ ആകെ ആശയക്കുഴപ്പത്തിലാണ്. എന്നാൽ ബൈബിളിലെ രേഖകൾ ആരംഭിക്കുന്നത് സൃഷ്ടിയുടെ ക്രമത്തോടെയാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ബാബിലോന്യ രേഖ അനുസരിച്ച് ജ്യോതിർഗോളങ്ങൾ ദൈവങ്ങളാണ്. എന്നാൽ വിശുദ്ധ ബൈബിളിൻ പ്രകാരം അവ പദാർത്ഥങ്ങൾ മാത്രമാണ്. അവയ്ക്ക് യാതൊരു ദിവ്യത്വവും ഇല്ല എന്ന് ചുരുക്കം. ബാബിലോന്യ രേഖകളിൽ ബഹുദൈവ വിശ്വാസമാണ് കാണുന്നതെങ്കിൽ വിശുദ്ധ ബൈബിളിൽ ഏകദൈവ വിശ്വാസമാണ് ഊന്നിപ്പറയുന്നത്. പ്രപഞ്ചം ഒരു വിദഗ്ധനായ ശില്പിയുടെ കൈവേല മാത്രമാകുന്നു എന്ന് ബാബിലോന്യ രേഖകൾ സമർത്ഥിക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ പറയുന്നത് ദൈവം കൽപ്പിച്ചു, പ്രപഞ്ചം ഉളവായി എന്നാണ്. ബാബിലോന്യ രേഖകൾ അവയിലെ ബാലിശത്വവും അവലക്ഷണവും വ്യക്തമാക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ സൃഷ്ടാവായ ദൈവത്തിൻ്റെ മഹത്വവും പരിശുദ്ധിയും വരച്ചു കാട്ടുന്നു.
ഇന്ന് നമ്മൾ അറിയുന്ന ശാസ്ത്രങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ബാബിലോന്യ രേഖകൾ അവയുമായി ഒരു തരത്തിലും യോജിക്കാത്തതാണ്. എന്നാൽ യഥാർത്ഥ ശാസ്ത്ര സത്യങ്ങളുമായി ബൈബിൾ ചിന്തകൾ യോജിച്ചു പോകുന്നു എന്നതാണ് വാസ്തവം. അതായത് പരിണാമ സിദ്ധാന്തത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു വിധത്തിലും ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. അതിനെ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് വേണം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. അതിനുള്ളിൽ അംഗീകരിക്കത്തക്ക ആശയമൊന്നും ഇല്ലാത്തതിനാലല്ല, മറിച്ച് പ്രസ്തുത സിദ്ധാന്തം ദൈവത്തെയും ദൈവിക വെളിപ്പാടുകളെയും അംഗീകരിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. മനുഷ്യൻ പാപത്തിൽ വീണു എന്നതും പാപം ഒരു യാഥാർത്ഥ്യമാകുന്നു എന്നതും പരിണാമ സിദ്ധാന്തം ത്യജിച്ച് കളയുന്നു. മാത്രമല്ല, പരിണാമ സിദ്ധാന്തം ക്രിസ്തുവിൻ്റെ കന്യകാ ജനനത്തെ എതിർക്കുകയും ചെയ്യുന്നു. ഈ കാരണങ്ങളാൽ ഈ സിദ്ധാന്തത്തെ ഞാൻ നഖശിഖാന്തം എതിർക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്നു. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയുടെ ഉത്തരം പരിണാമ സിദ്ധാന്തമാണെന്ന് ഞാൻ യാതൊരു കാരണവശാലും വിശ്വസിക്കുന്നില്ല. ജീവജാലങ്ങളുടെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട പരിണാമ സിദ്ധാന്തത്തിന് വിശദീകരിക്കുവാനോ പരിഹരിക്കുവാനോ കഴിയാത്തതായ 3 അതിപ്രധാന ഘടകങ്ങളുണ്ട്. ഒന്നുമില്ലായ്മയും ഉണ്മയും തമ്മിലുള്ള വിടവ് നികത്താൻ പരിണാമ സിദ്ധാന്തത്തിന് സാധ്യമല്ല എന്നതാണ് ആദ്യത്തേത്. ഏതെങ്കിലും ഒരു നിർജീവ വസ്തുവിൽ നിന്ന് ജീവനിലേക്കുള്ള വിടവ് നികത്തുവാനും പരിണാമ സിദ്ധാന്തത്തിന് കഴിയുന്നില്ല. ജീവനും മനുഷ്യവർഗവും തമ്മിലുള്ള വിടവ് നികത്തുവാനും അതിന് സാധിക്കുന്നില്ല. മനുഷ്യവർഗം എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് സ്വതന്ത്രമായ ഇച്ഛാശക്തിയോട് കൂടിയ ആത്മബോധമുള്ള മനുഷ്യജീവിതത്തെയാണ്. അതായത് ആദ്യത്തെ ജീവി വർഗത്തിൽ നിന്ന് സ്വതന്ത്രമായ ഇച്ഛാശക്തിയും ബുദ്ധിയുമുള്ള മനുഷ്യനിലേക്കുള്ള പരിണാമത്തെ വിശദീകരിക്കുവാൻ പരിണാമ സിദ്ധാന്തത്തിന് കഴിയുന്നില്ല. സ്വാഭാവികമായും അടുത്ത ഒരു സംശയം, എന്തിനാണ് ദൈവം ഇതൊക്കെ സൃഷ്ടിച്ചത് എന്നുള്ളതാണ്, ഇല്ലേ? അങ്ങനെ ഒരു ചോദ്യം വാസ്തവത്തിൽ അർത്ഥവത്താണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണിത്. ദൈവത്തിൻ്റെ വചനമാകുന്ന ബൈബിൾ പറയുന്നത് ദൈവം പ്രപഞ്ചം സൃഷ്ടിച്ചത് തൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് എന്നത്രേ. ഇത് സൃഷ്ടിക്കേണ്ടത് യുക്തമെന്ന് ദൈവം കണ്ടു. അവിടുന്ന് അതിൽ പ്രമോദം കണ്ടെത്തി. വിശുദ്ധ ബൈബിളിലെ ഒടുവിലത്തെ പുസ്തകത്തിൽ, അതായത് വെളിപ്പാട് പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. 4-ാം അധ്യായം 11-ാം വാക്യം, കർത്താവേ, നീ സർവ്വവും സൃഷ്ടിച്ചവനും എല്ലാം നിൻ്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞും കൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുൻപിലിടും. ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചത് സൃഷ്ടി അവൻ്റെ ഇഷ്ടമായിരുന്നതിനാലാണ്, അവിടുത്തെ സന്തോഷത്തിനായി. അവൻ ഇതെല്ലാം ചെയ്തത് അതിനായിട്ടാണ്. ഈ പ്രപഞ്ചം ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമില്ലായിരിക്കാം, എന്നാൽ ദൈവത്തിന് ഇതിഷ്ടമാണ്. അവിടുത്തെ പ്രപഞ്ചത്തിൽ നമ്മൾ അധിവസിക്കുന്ന ഈ ചെറിയ ഭൂമിയെ എവിടെ നിർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ദൈവം ഒരിക്കലും എന്നോട് ചോദിച്ചില്ല. വാസ്തവത്തിൽ ഞാൻ കേരളത്തിൽ ജനിക്കാൻ ആഗ്രഹിക്കുന്നുവോ എന്നുപോലും ദൈവം എന്നോട് ചോദിച്ചില്ല. അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ ഊഹിക്കാമല്ലോ. എൻ്റെ കാര്യം പോലും എന്നോട് ചോദിച്ചില്ല. അത് അനീതിയായിപ്പോയി എന്നാണോ നിങ്ങൾ കരുതുന്നത്? എന്നാൽ ഞാൻ പറയാം, ഈ പ്രപഞ്ചം തൻ്റെ ദിവ്യ വിചാരണയിൽ തൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചത്. അത് സൃഷ്ടിക്കുന്നത് യുക്തമാണെന്ന് ദൈവത്തിന് തോന്നി. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ നമ്മുടെ ജീവിതങ്ങൾ നോക്കിയാൽ മതി. എന്തിനാണ് നമുക്ക് മക്കൾ വേണം എന്ന് നാം ആഗ്രഹിക്കുന്നത്? തീർച്ചയായും അനേകം തെറ്റായ ആഗ്രഹങ്ങൾ ഉണ്ട് എന്നെനിക്കറിയാം. ചിലർ കരുതുന്നത് അവർക്ക് പ്രായമാകുമ്പോൾ അവരെ നോക്കുവാൻ ആരെങ്കിലും വേണമല്ലോ, അതിന് 2 മക്കൾ ഇരിക്കട്ടെ എന്നത്രേ. വേറെ ചിലർ കരുതുന്നത് തങ്ങൾ മരിച്ചു കഴിയുമ്പോൾ തങ്ങളുടെ സ്വത്തുക്കൾ കൈവിട്ടു പോകാതിരിക്കാൻ മക്കൾ ആവശ്യമാണ് എന്നത്രേ. എന്നാൽ ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് പോലെയും ആഗ്രഹിക്കുന്നത് പോലെയും നടക്കണമെന്നില്ല. മനുഷ്യരായ നാം സകല കഷ്ടപ്പാടുകളും സഹിച്ചൊരു ആയുസ് മുഴുവൻ ഉണ്ടാക്കുന്ന നമ്മുടെ പണവും സ്വത്തുക്കളും മുഴുവൻ ചെലവഴിച്ച് മക്കളെ വളർത്തുന്നത് നമ്മുടെ സന്തോഷത്തിനാണ്. അതായത് മക്കൾ നമ്മുടെ സന്തോഷമാണ്. തീർച്ചയായിട്ടും ഇതിൽ നിന്നും വിഭിന്നമായി ചിന്തിക്കുന്ന ചില മാതാപിതാക്കളും മക്കളും ഉണ്ടായിന്ന് വന്നേക്കാം. ഞാൻ പൊതുവെയുള്ളൊരു കാര്യം പറഞ്ഞു, അത്രമാത്രം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് അവന് ജീവിക്കുവാൻ ആവശ്യമായതെല്ലാം കൊടുത്തത് അത് ദൈവത്തിൻ്റെ സന്തോഷമായതുകൊണ്ടാണ്.
രണ്ടാമതായി, ഈ പ്രപഞ്ചം ദൈവം സൃഷ്ടിച്ചത് അവിടുത്തെ സ്വന്തം മഹത്വത്തിന് വേണ്ടിയായിരുന്നു. ആദ്യ സൃഷ്ടാവിൻ്റെ സ്തുതികൾ ആലപിച്ചത് ഇയ്യോബിൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയ്യോബ് 38:6. പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിക്കുകയും ചെയ്തപ്പോൾ, അതായത് അവിടുത്തെ മഹത്വത്തിനായിട്ടാണ് ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാം അത് ഇപ്രകാരം വായിക്കുന്നു. 43-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ചുണ്ടാക്കിയിരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. ദൈവം തൻ്റെ സ്വന്തം മഹത്വത്തിനായി ഈ പ്രപഞ്ചം സൃഷ്ടിച്ചു. മനുഷ്യവർഗത്തെ ഈ പ്രപഞ്ചത്തിൽ ദൈവം സൃഷ്ടിച്ചത് അവരുമായി ദൈവത്തിൻ്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ദൈവം മനുഷ്യരെ സ്വതന്ത്രരും സദാചാരബോധമുള്ളവരുമായി സൃഷ്ടിച്ചു. ദൈവത്തിന് വേണമെങ്കിൽ ഒരുപറ്റം യന്ത്രമനുഷ്യരെ, റോബോട്ട്സ്, അതിനെ ഉണ്ടാക്കാമായിരുന്നു. ഒരു കൂട്ടം യന്ത്രമനുഷ്യരെ ഉണ്ടാക്കിയിട്ട് ഒരു ബട്ടൺ അമർത്തുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാൽ അപ്രകാരം നമ്മൾ പറയുമ്പോൾ മാത്രം ചലിക്കുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? ഇല്ല. നമ്മൾ പറയുന്നത് ചിന്തിച്ച് ഇഷ്ടത്തോടെ അനുസരിക്കുന്നവരെയാണ് നാം ആഗ്രഹിക്കുന്നത്. അതുപോലെ ഇഷ്ടത്തോടെ തന്നെ തിരഞ്ഞെടുക്കുവാനും സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും സ്വാതന്ത്ര്യമുള്ള മനുഷ്യനെയാണ് ദൈവത്തിന് ആവശ്യം. ഇന്നത്തെ ലോകത്തിലെ അവിശ്വാസത്തിൻ്റെയും ദൈവദൂഷണത്തിൻ്റെയും മധ്യത്തിൽ വർദ്ധിച്ചു വരുന്ന ദൈവദൂഷണത്തിൻ്റെ ഇടയിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ താങ്കൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം കർത്താവായ യേശുക്രിസ്തുവിനെ പരസ്യമായി തിരഞ്ഞെടുക്കുക എന്നതാണ്. എനിക്ക് നിങ്ങൾക്കുമുള്ള ഏറ്റവും മഹത്തായ പദവി ദൈവമക്കൾ ആയി എന്നതാണ്. അതിനായി സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുകയും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ബൈബിളിൽ നാം വായിക്കുന്നു, യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവിടുന്ന് അധികാരം കൊടുത്തു എന്ന്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വളരെയധികം കലബല കൂട്ടുന്ന ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. പത്രസ്വാതന്ത്ര്യം, സംസാര സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം, അങ്ങനെ എല്ലാറ്റിനും സ്വാതന്ത്ര്യം വേണമെന്നല്ലേ വാദം. എന്നാൽ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണെന്ന് ഇന്നും പലർക്കും അറിയില്ല. അക്കരെ പച്ച തേടി ഓടുന്നതല്ലാതെ മനുഷ്യർ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലെത്തുന്നില്ല. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി തിരഞ്ഞെടുത്തപ്പോഴാണ് എനിക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിച്ചത്. ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യത്തെ വാക്യത്തിലേക്ക് നമുക്ക് ഒന്നുകൂടി മടങ്ങി വരാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. വീണ്ടും വീണ്ടും ഈ വാക്യം ഓർക്കുന്നതിൻ്റെ കാരണം എന്താണ്? വിശുദ്ധ ബൈബിളിലേക്ക് പ്രവേശിക്കുവാൻ ഉതകുന്ന വാതിലാണ് ഈ വാക്യം. സൃഷ്ടാവിനെയും സൃഷ്ടിയെയും കൃത്യമായി ബന്ധിപ്പിച്ചുകൊണ്ട് മനോഹരമായൊരു ക്രമം ഒരുക്കുന്നു എന്നതാണ് ഈ വാക്യത്തിൻ്റെ പ്രസക്തി. ആദി എന്ന് പറഞ്ഞാൽ തീയതി കുറിക്കുവാൻ കഴിയാത്ത ഒരു ആരംഭമാണ്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപാവാം ഈ പറഞ്ഞ ആദി. അത് മനുഷ്യർക്ക് കൃത്യമായി കണക്കാക്കാൻ കഴിയില്ല. ദൈവം സൃഷ്ടിച്ചു എന്നതിന് ബാറ എന്ന എബ്രായ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ പദത്തിൻ്റെ അർത്ഥം ഒന്നുമില്ലായ്മയിൽ നിന്നും സൃഷ്ടിക്കുക എന്നത്രേ. ഈ പറഞ്ഞ പദം 1-ാം അധ്യായത്തിൽ 3 പ്രാവശ്യം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. കാരണം ഇവിടെ സൃഷ്ടിപ്പിൻ്റെ 3 പ്രവർത്തനങ്ങളെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ എന്ന് കാണാൻ സാധിക്കും. 1, ഒന്നുമില്ലായ്മയിൽ നിന്നും ചിലതൊക്കെ സൃഷ്ടിക്കുക. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 2, ജീവൻ്റെ സൃഷ്ടിപ്പ്. ദൈവം വലിയ തിമിംഗലങ്ങളെയും വെള്ളത്തിൽ കൂട്ടമായി ജനിച്ച് ചരിക്കുന്ന അതത് തരം ജീവജന്തുക്കളെയും അതത് തരം പറവജാതിയെയും സൃഷ്ടിച്ചുവെന്ന് 1-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ നാം കാണുന്നു. അത് എല്ലാ വിധത്തിലുമുള്ള ജന്തുക്കളുടെ ജീവനാണ്. 3, മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് 27-ാം വാക്യത്തിൽ നാം കാണുന്നു. ദൈവവിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞ ആസ്തിക പരിണാമമല്ല ഇവിടെ പറയുന്ന വിഷയം. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പറയുന്നത് വരെ സൃഷ്ടിപ്പിൻ്റെ രേഖ അംഗീകരിച്ചതിന് ശേഷം ദൈവവിശ്വാസികളായ പരിണാമവാദികൾ പറയുന്നത്
ഏതോ പരിണാമ പ്രക്രിയയുടെ ഫലമാണ് ആദാമും ഹവ്വായും എന്നത്രേ. ആസ്തിക പരിണാമവാദി ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ദിവസങ്ങളെ ഓരോ കാലഘട്ടമായിട്ടാണ് കണക്കാക്കുന്നത്, വളരെ നീണ്ട കാലഘട്ടങ്ങൾ. അങ്ങനെ പറഞ്ഞാൽ പരിണാമം നടന്നു എന്ന് സ്ഥാപിക്കാമല്ലോ. അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം സന്ധ്യയായി ഉഷസ്സുമായി ഒന്നാം ദിവസം എന്നിങ്ങനെയുള്ള വ്യക്തമായ വേർതിരിക്കൽ സൃഷ്ടിപ്പിൻ്റെ ഓരോ ദിവസങ്ങൾക്കും നൽകിയിട്ടുണ്ട്. ഇത് കാണിക്കുന്നത് നീണ്ട കാലഘട്ടങ്ങളെ അല്ല, പിന്നെയോ 24 മണിക്കൂറുകളുള്ള ദിവസങ്ങളെയാണ്. ഈ വിഷയത്തിൽ കൂടുതൽ സംശയം വെച്ചുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. മറ്റ് സൃഷ്ടികളിൽ നിന്നും വേർപെടുത്തിയാണ് ഭൂമിയുടെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്തായിരിക്കും? ഇനി അങ്ങോട്ട് ഈ പുസ്തകത്തിൽ പറയുന്നത് ദൈവം ഭൂമിയിലെ മനുഷ്യരോട് ഇടപെടുന്നതിനെക്കുറിച്ചാണ്. മനുഷ്യവർഗത്തിന് അധിവസിക്കുവാനുള്ള സ്ഥലമാണല്ലോ ഭൂമി. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ സൃഷ്ടികളാണെന്നും ദൈവത്തിൻ്റെ സൃഷ്ടികൾ ആയതിനാൽ നാം ദൈവത്തോട് പലതും കടംപെട്ടിരിക്കുന്നുവെന്നും നാം എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. നമ്മുടെ സൃഷ്ടാവായ ദൈവത്തോട് നാം എത്രമാത്രം വിശ്വസ്തരായിരിക്കേണ്ടതാണെന്ന് ഓർക്കുക. അവിടെ നമ്മുടെ സ്നേഹവാനായ പിതാവാണ്. ബൈബിൾ ശാസ്ത്രം പറയുമ്പോഴും ചരിത്രം പറയുമ്പോഴും കണക്കുകൾ പറയുമ്പോഴും എല്ലാം അത് ദൈവവചനമാകുന്നു. ദൈവം ഒരിക്കലും തെറ്റുപറ്റാത്തവനാണല്ലോ. അവൻ്റെ വചനത്തിനും അപ്രമാദിത്വമുണ്ട്. വിമർശകൻ ഒരു തെറ്റ് കണ്ടെത്തി ആക്ഷേപിക്കുവാൻ ശ്രമിക്കുമ്പോഴും ബൈബിൾ ശാസ്ത്രീയമായി കൃത്യവും ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ഉൾക്കൊള്ളുന്നതുമാകുന്നു. ഉദാഹരണം, ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ അഥവാ ഭൂതഗണങ്ങൾ ശ്രദ്ധിച്ചാൽ സമയം, ഊർജം, പ്രവർത്തനം, സ്ഥലം, പദാർത്ഥം എന്നീ 5 ഘടകങ്ങൾ കാണാം. ടൈം, എനർജി, ആക്ഷൻ, സ്പേസ് ആൻഡ് മാറ്റർ. പ്രപഞ്ചത്തിലുള്ള സകലതും ഈ 5 ഘടകങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് ഹെർബർട്ട് സ്പെൻസർ എന്ന ശാസ്ത്രജ്ഞൻ സ്ഥാപിച്ചു. പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം ഇവയുടെ തുടക്കമാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ഈ വലിയ കണ്ടുപിടുത്തത്തിന് ലോകം അദ്ദേഹത്തെ ആദരിച്ചു. എന്നാൽ ബൈബിൾ തുടങ്ങുന്നത് തന്നെ ഈ 5 ഘടകങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ്. ആദിയിൽ സമയം, ദൈവം ശക്തി അഥവാ ഊർജം, ആകാശവും സ്ഥലം, ഭൂമിയും മാറ്റർ പദാർത്ഥം, സൃഷ്ടിച്ചു പ്രവർത്തനം. അതായത് ഇവ പരസ്പര ബന്ധമായി ബൈബിൾ ആദ്യം തന്നെ അവതരിപ്പിക്കുന്നു. എല്ലാറ്റിനും കാരണഭൂതൻ ദൈവവും. ഈ അതിമഹത്തായ സത്യങ്ങൾ ഉൽപ്പത്തി പുസ്തകം ആദ്യത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ ദൈവം നമുക്ക് നൽകി എന്നത് എത്ര ആശ്ചര്യകരമാണല്ലേ. അതുമാത്രമല്ല, ബൈബിൾ ദൈവത്തിൻ്റെ വചനമാകുന്നു എന്ന് ഉറപ്പിക്കുവാൻ നമ്മെ സഹായിക്കുന്ന വാക്യങ്ങളാണിവ. ആദ്യത്തെ ഒരു വാക്യം മാത്രമേ നാം ഇതുവരെ അല്പം വിശദമായി പഠിച്ചിട്ടുള്ളൂ. മുൻപോട്ട് പോകുമ്പോൾ ഇതിൽ നിന്നും കൂടുതൽ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ അതിനായി സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം തൻ്റെ ഇഷ്ടം ഹേതുവാൽ സകലവും സൃഷ്ടിച്ചുവെന്ന് തിരുവചനം പറയുന്നത് നാം അംഗീകരിക്കുമ്പോൾ അവിടുത്തെ കർത്തൃത്വത്തെയാണ് നമ്മൾ അംഗീകരിക്കുന്നത്. ശാസ്ത്രം കാണപ്പെടുന്ന തെളിവുകളുടെ മേൽ അടിസ്ഥാനമിടുമ്പോൾ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യങ്ങളുടെ ഉള്ളിൽ സംഗ്രഹിച്ചിരിക്കുന്നു. നിത്യതയുടെ തിരശ്ശീലയിൽ അല്ലെങ്കിൽ ക്യാൻവാസിൽ വേണം ഈ കാണുന്ന ലോകത്തെയും അതിൻ്റെ ചരിത്രത്തെയും നാം ദർശിക്കുവാൻ.